എസ്തറിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എസ്തർ രാജ്ഞാത്തി പ്രകാരത്തിൻ്റെ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിൽ ഇരുന്ന ചെങ്കോൽ രാജാവ് എസ്തറിൻ്റെ നേരെ നീട്ടി. എസ്തർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ട് എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ തൻ്റെ ഭർത്താവായ അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്ത് ഒരു അപേക്ഷയുമാറ്റി പോകുവാൻ എസ്തർ തൻ്റെ രാജവസ്ത്രവും മാറ്റിവെച്ച് തൻ്റെ തോഴികളുമായി ഉപവസിക്കുകയാണ് ചെയ്തത്. 3 ദിവസം രാത്രിയും പകലും ഉപവസിച്ചിട്ട് തൻ്റെ ആ കാര്യത്തിന് വേണ്ടി രാജാവിനടുക്ക് പോവുകയാണ്. അപ്പോൾ പോയപ്പോൾ രാജാവിന് ആ എസ്തറിനോട് കൃപ തോന്നി എന്ന് കാണുന്നു. അപ്പോൾ ആ ഒരു ദയവ് അവിടെ തോന്നുവാൻ കാരണം തൻ്റെ പ്രാർത്ഥനയാണ്. തൻ്റെ പൊർച്ചെങ്കോൽ നീട്ടുകയും രാജ്ഞി വന്നതിൽ തൊടുകയും ചെയ്ത് കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഇവിടെ എസ്തർ രാജ്ഞിക്ക് എന്തുകൊണ്ടാണ് ദയ കിട്ടിയെന്ന് വെച്ചാൽ, ആദ്യം അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് തൻ്റെ കാര്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ്. അപ്പോൾ യേശുക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ വക ജാതികൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഒഴിഞ്ഞു പോകയില്ല എന്ന്. അപ്പോൾ ഈ വക ജാതികളെന്ന് പറയുമ്പോൾ ചില വക പിശാചുക്കൾ അങ്ങനെയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താലേ അത് കടന്നു പോകും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് വിടുതലില്ലാത്ത കാര്യങ്ങളിൽ നാം ആഴ്ചത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ, ഉപവസിക്കുവാൻ കഴിവുണ്ടെങ്കിൽ, ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും ദൈവസന്നിധിയിൽ ഉപവസിച്ചെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എത്രയും പെട്ടെന്ന് നമുക്ക് ആ കാര്യങ്ങളിലൊരു വിടുതൽ തരുന്നത് നമുക്ക് കണ്ടറിയുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് കഷ്ടപ്പാടുകൾ ഏറെ വരിക തന്നെ ചെയ്യും. പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് ആ പൈശാചികൻ്റെ ശക്തിയെ വെല്ലുവിളിച്ച് പുറത്തു വരണമെങ്കിൽ നമുക്ക് ഉപവാസവും പ്രാർത്ഥനയും നിർബന്ധം അത്യാവശ്യമായിരിക്കുന്നു. അങ്ങനെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ എനിക്കും നിങ്ങൾക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.